Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, Miss. Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, madam. Good evening. ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തെങ്കിലും Good പ്രത്യേകത evening, നിങ്ങൾക്ക് ma'am. തോന്നുന്നു? Good evening. Good evening, ma'am. നല്ല ക്ലാരിറ്റി ഉണ്ട്. എന്താണ് കേട്ടില്ല? നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്ലിയർ ഉണ്ട്. ആണോ? എന്റെ സ്റ്റുഡന്റിന്റെ ഗിഫ്റ്റ് പുതിയ വെബ്ക്യാം. ഈ വീഡിയോ വ്ളോഗേഴ്സ് ഒക്കെ യൂസ് ചെയ്യില്ലേ? സന്തോഷത്തിന്റെ മുഖത്തുണ്ട്. നല്ല ക്ലാരിറ്റി. വ്ളോഗേഴ്സ് ഒക്കെ യൂസ് ചെയ്യില്ലേ? ഇങ്ങനെ യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ ഇടാനും അതുപോലെ യൂട്യൂബില് വീഡിയോ കിട്ടും. അതിനെ പറ്റിയതൊക്കെ പറഞ്ഞു. ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തോട്ടെ. വേറൊന്നുമല്ല, നല്ല മഴയൊക്കെ ഉണ്ട്. കറണ്ട് പോയാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കറണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ സാറ്റർഡേസ് ഒരു കോമ്പൻസേറ്ററി സാറ്റർഡേ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെക്കാം. ഓക്കെ, എനിക്ക് കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ കറണ്ട് പോകുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇൻവേർട്ടർ ശരിയാക്കാം. ഓക്കെ ഓക്കെ. ഇന്ന് പ്രേയറിന് ആരാ റെഡി ആയിട്ടുള്ളത്? Good evening, ma'am. ഗുഡ് ഈവനിങ്. Good evening, ma'am. നമുക്കിപ്പോ അറിയാമല്ലോ, നിർത്തിക്കോട്ടെ. പ്രേയറിന് ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെയ്ത ആരെങ്കിലും പറഞ്ഞാലും മതി. എന്താണ്? ഹലോ മാം, ഞാൻ പറഞ്ഞോട്ടെ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. Good evening, ma'am. ഗുഡ് ഈവനിങ്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യോ? പ്രേയർ ആരാണോ? സുജാതയാണ് പറഞ്ഞതെന്ന് എനിക്കൊരു. അതെ, സുജാത. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഞാനും മ്യൂട്ട് ചെയ്യുവാണേ. ഞാൻ ഇങ്ങനെ നടക്കാം. കുപ്പ ചേച്ചിയുടെ മാടിയേക്കണം. Mute the mic, please. Okay. Good evening all. ചമ്മന്തി Prayer. Nature will make the way for us, to bloom like the flower, to shine like the star, to burn like the sun, to dream like the sky, to explore like the ocean. Nature teaches us to dream big and explore heights. May Mother Nature bless everyone. Thank you. അതുപോലെ ആരുടെയോ ഓഡിയോ ഓൺ ആണ്. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ആരുടെയാന്ന് മനസ്സിലാവണില്ല. അമൃതയുടേതാ മാം. അറിയാതെ പറ്റിയതാന്ന് തോന്നുന്നു. ഓക്കെ അമൃത, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരു ആക്ടിവിറ്റി ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ, ഈ അഥവാ വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് എന്തെല്ലാം അതിനകത്ത് വെക്കണം അങ്ങനെ വെച്ചിട്ട് ലിസ്റ്റ് ഇട്ടോളൂ കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് ആക്ച്വലി ഫസ്റ്റ് എയ്ഡ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന വൂണ്ടിന് പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ടത്. അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മുടെ മെന്റൽ ഫസ്റ്റ് എയ്ഡ്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, നമ്മുടെ മനസ്സിനൊരു വൂണ്ട് സംഭവിച്ചാൽ ഡിപ്രഷൻ ആയാലും ഒരു വൂണ്ട് ആയാലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, അതാണ് ശരിക്കും ഈ ഒരു കണ്ടന്റിൽ വരേണ്ടിയിരുന്നത്. അതിന്റെ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്തോ? കിട്ടിയോ? ഓക്കെ. ഞാനിപ്പോ അത് ഇപ്പം ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ലൈവായിട്ട് ഷെയർ ചെയ്യാം. ഒരു 28ഓളം പേജ് ഉണ്ട്. അത്രയും നമുക്ക് ആവശ്യമില്ല.
അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞിട്ട് പോവാം. ഓക്കെ ജിഷ, നാളെ പ്രേയർ. നാളെ മീൻസ് നമ്മൾ ഇനി കാണുന്നത് എന്നാ വ്യാഴാഴ്ചകളിൽ മാത്രമല്ലേ കാണുള്ളൂ. നെക്സ്റ്റ് തേഴ്സ്ഡേ തന്നെ പ്രേയർ പറയണമെന്നില്ല, നാളത്തെ ക്ലാസ്സിൽ പറയാം, അതൊന്നും പ്രശ്നമില്ല. എല്ലാ ക്ലാസ്സിലും പ്രേയറോട് കൂടിയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, PFA നമുക്കറിയാം, നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കെല്ലാം നമുക്ക് ഉൾപ്പെടെ പല പല വിഷമങ്ങൾ വരും. പെട്ടെന്ന് ഇപ്പോ ചെറിയ വിഷമാണെങ്കിൽ ശരി, ഇപ്പൊ നമ്മൾ ബസ് കിട്ടാനായിട്ട് നമ്മൾ സ്റ്റോപ്പിലേക്ക് പോവാം, വളരെ കുറവ് ബസ്സുള്ള സ്ഥലമാണെന്ന് വിചാരിക്കാം. നമ്മൾ ചെന്ന് വിത്തിൻ സെക്കൻഡ്സ് ആ ബസ് നമുക്ക് മിസ്സായി, നമ്മൾ അങ്ങ് ആകെ ഡൗൺ ആയി പോകും. അടുത്ത ബസ്സിന് ചിലപ്പോൾ ഇനി ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ദിവസം എനിക്ക് സംഭവിച്ചതാണ്. ഒരു സിഗ്നൽ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോഴേക്കും ബസ് പോയി. ആ ഏരിയയിലേക്ക്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോണതായിരുന്നു. ആ ഏരിയയിലേക്ക് 15-10 മിനിറ്റ്, 15 മിനിറ്റിന് അരമണിക്കൂറിനൊക്കെ ഉള്ളിൽ ഇടയ്ക്കൊക്കെ ബസ് ഉണ്ടാവുള്ളൂ, ചില സമയത്ത് ഉണ്ടാകില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു. പിന്നെ എനിക്ക് ഓട്ടോ എടുക്കേണ്ട വന്നു, എനിക്ക് അവിടെ നഷ്ടമായി അത്രയും. അപ്പം അതുപോലെ അപ്പൊ നമുക്കത് കുറെ ദിവസം അത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യൂ അല്ലെ. ശരി, ഞാൻ കറക്റ്റ് ഒന്ന് സിഗ്നൽ എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അതൊക്കെ നമുക്ക് ഇങ്ങനെ വരും. അപ്പൊ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഡിപ്രഷൻ, ഒരു ഡിസ്ട്രസ്, ഒരു നിരാശ, ഒരു സങ്കടം ഒക്കെ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ വരും. ചിലതൊക്കെ നമ്മൾ തന്നെ മാനേജ് ചെയ്യും. സ്ട്രെസ് മാനേജ്മെന്റ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ചില സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് അത്രയും നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് ഓപ്പൺ അപ്പ് ചെയ്യും. ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ലാത്തവർ എന്താ ചെയ്യുന്നത്, അവര് വേറെ ഏതെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് ഒന്ന് ഡീവിയേറ്റ് ചെയ്യും. പാട്ട് കേൾക്കോ, അല്ലെങ്കിൽ പാട്ട് പാടുകയോ, അല്ലെങ്കിൽ കുറച്ച് സമയം കിടന്നുറങ്ങുമോ. എനിക്കിങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു വളരെ മോശം ശീലമാണെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെ പറ്റിപ്പോവും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കറുമുറേ കഴിച്ചുകൊണ്ടിരിക്കും. അതൊരു ബാഡ് ഹാബിറ്റാന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ ഇപ്പൊ ആ ഹാബിറ്റ് ഞാൻ മാറ്റാനായിട്ട് കുറെ ശ്രമിക്കുന്നു. ആ സമയത്താണ് ഞാൻ വണ്ണം വയ്ക്കുന്നത്. അതേസമയം ഭയങ്കര ഹാപ്പിയാണ്, നമുക്ക് അങ്ങനെ ഡിസ്ട്രെസ് ഇല്ല, ഡിപ്രഷൻ ഇല്ലെങ്കിൽ എനിക്ക് ആ ഹാബിറ്റ് ഇല്ല. ഞാൻ നോർമലി സാധാരണ കഴിക്കുന്ന സമയങ്ങളിൽ തന്നെ കഴിക്കും. ഭക്ഷണ രീതിയിൽ ഒരു ഡിസോർഡറും വരില്ല. എന്റെ ഒരു വളരെ മോശം സ്വഭാവമാണെന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ എന്താ പറഞ്ഞത്, നമുക്ക് ആ ഒരു കമ്പാഷൻ വേണം. ഫിസിക്കൽ, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇഞ്ചുറി വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കമ്പാഷൻ, ആ ഒരു ജെന്യുവിനിറ്റി, അവരെ കെയർ ചെയ്യാനുള്ള മനസ്സ്, ആ ഒരു സമയത്ത് തന്നെ അത് പ്രൊവൈഡ് ചെയ്യാനുള്ള എനർജി, അലേർട്ട്. യെസ്, എന്നെ പോലെ കുറെ പേരുണ്ടെന്ന് തോന്നുന്നു മെസ്സേജ് വരുന്നു. ആ ഒരു അലേർട്ട് എനർജി എന്താ കുറവാണ് ആളുകൾ, എനിക്ക് കാണാൻ പറ്റാത്ത. എക്സ്ക്യൂസ് മീ ടീച്ചർ, ഏത് പോർഷനാണെന്ന് പറയോ? എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ആണോ രമ്യ, നമ്മള് യൂണിറ്റ് 5, അതായത് മോഡ്യൂൾ 1-ലെ പാർട്ട് 1-ലെ യൂണിറ്റ് 5 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് ആണ്. നിങ്ങൾക്ക് PDF, ആ റെഫറൻസ്, അത് കംപ്ലീറ്റ് കഴിഞ്ഞു. അത് നമ്മുടെ ബോഡിയിൽ ഒരു വൂണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് മാത്രമാണ് ആ PDF-ലെ കണ്ടന്റ്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ നമുക്ക് വേണ്ടത് മെന്റൽ ഫസ്റ്റ് എയ്ഡ് ആണ്, PFA, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. നമ്മുടെ മനസ്സിനൊരു വൂണ്ട് ഉണ്ടായാൽ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കും, ക്ലിയർ ആയോ? അതിന് ഞാനൊരു PDF ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ ഇതിലും ഷെയർ ചെയ്യാം. 28 പേജ് ഉണ്ട്. അത് മുഴുവൻ പഠിക്കേണ്ടതല്ല, പക്ഷെ നിങ്ങൾ അത് വായിച്ചു നോക്കണം. കുറേ ഇൻഫർമേഷൻ കിട്ടും. നമുക്ക് നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ളത്, നമ്മളുടെ സറൗണ്ടിങ്സിലെ ഇതുപോലെ ഡിപ്രഷൻ, ഡിസ്ട്രെസ് ആയിട്ടുള്ള ആളുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന കുറേ കാര്യങ്ങൾ ആ നോട്ടിൽ നിന്ന് കിട്ടും. ഓക്കെ, അത് നോക്കി എനിക്ക് എന്റെ അഭിപ്രായത്തിൽ അത് പ്രിന്റ് എടുക്കുന്നതിനേക്കാൾ, ആ ഒരു നോട്ട് പ്രിന്റ് എടുക്കുന്നതിനേക്കാൾ അത് നോക്കി വായിച്ച് നിങ്ങളൊരു PFA എന്നും പറഞ്ഞ് നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് PG എന്തോ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏതോ ഒരു ചാപ്റ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ ഇതുപോലെ ആളുകളെ അസിസ്റ്റ് ചെയ്യാം. നമ്മൾ ആദ്യം നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വൂണ്ടിനുള്ളവർക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞിരുന്നു. കമ്പാഷൻ, നല്ല ദയ, കരുണ, സ്നേഹം, എംപതി, ആ ഒരു കെയർ ചെയ്യാനുള്ള മനസ്സ്, പിന്നെ അതുപോലെ തന്നെ അലർട്ട്നെസ്, ആ ഒരു പ്രോംപ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം. ആ ഒരു സംഭവം സംഭവിക്കുന്ന, ഇപ്പൊ ബ്ലീഡിങ് കുറേ അങ്ങ് ബ്ലഡ് പോയതിനു ശേഷം മുറിവ് വെച്ച് കെട്ടാൻ പോവല്ല. ബ്ലീഡിങ് സംഭവിക്കുമ്പോൾ തന്നെ ആൾക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്തു കൊടുക്കേണ്ടത് അത് ചെയ്യാനുള്ള അലേർട്ടായിരിക്കണം, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ ഒരു മെന്റലി ഡിസ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളെ അത് ആണെന്ന് മനസ്സിലാക്കുമ്പോ തന്നെ അയാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളിൽ വരണം. നമുക്ക് ഈ പറയുന്ന പോലെ ആ ഒരു അവിടെ എമ്പതി വളരെ ഇമ്പോർട്ടന്റ് ആണ്.
സിമ്പതി അല്ല ശരിക്കും നമ്മൾ കാണിക്കേണ്ട, എമ്പതിയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ അവരെ സമാധാനിപ്പിക്കുമ്പോൾ ഒരിക്കലും നമ്മളായിട്ട് അഡ്വൈസ് കൊടുക്കരുത്, നമ്മളായിട്ട് ജസ്റ്റിഫൈ ചെയ്യരുത്, ജഡ്ജ്മെന്റ് ചെയ്യരുത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുതെന്ന് പറയരുത്. പിന്നെ പറയണേ ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ കൂടെ ഞാൻ കടന്നുപോയി, അതൊരിക്കലും പറയാൻ പാടില്ല. അവർ പിന്നെ ഒരിക്കലും നമ്മളോട് ഓപ്പൺ അപ്പ് ആവില്ല. അവരുടെ പ്രശ്നം, അതൊരു കുഞ്ഞു പ്രോബ്ലം, അതൊരു കൊച്ചു കുട്ടിയായിരിക്കും നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിഷമം പറയണത്. നമുക്കത് ഭയങ്കര സില്ലി ആയിട്ട് തോന്നുമെങ്കിലും ഒരിക്കലും നമ്മൾ അത് സില്ലി ആണെന്ന് അവനെ റെസ്പെക്ട് ചെയ്യുക, അവന്റെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യുക, എന്നിട്ട് അത് നമ്മൾ കേൾക്കുക. അപ്പൊ തന്നെ ആ കുട്ടി കൂടുതൽ ഓപ്പൺ അപ്പ് ആവും. അതേസമയം ഇത്രയുള്ളൂ പ്രശ്നം, അങ്ങനെയല്ല ഒരിക്കലും പറയരുത്. നമുക്ക് തോന്നും അങ്ങനെ പറഞ്ഞാൽ ശരിയാന്ന്, പക്ഷെ ഒരിക്കലും പറയരുത്. അപ്പൊ കേൾക്കാം. നമ്മൾ അങ്ങനെ പറയുമ്പോൾ അത്രയും വിഷമത്തോടുകൂടി അവർ പറയുന്ന കാര്യം അവർക്കത് പാതി വഴിക്ക് വെച്ചിട്ട് അവർക്ക് ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരും. ഒരു ഇൻസിഡന്റ് പറയാം. യൂറോപ്യൻ കൺട്രിയിൽ നടന്നൊരു സംഭവമാണ്, ശരിക്കും നടന്നതാണ്. അവിടെ ഒരു ചർച്ചിൽ ഒരു ഫാദർ ഉണ്ടായിരുന്നു. ഫാദർ വളരെ കൈൻഡ് ഹേർട്ടഡ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി എല്ലാം അവർക്ക് ആ ഒരു എംപതിയും കമ്പാഷനും ഒക്കെ ഉള്ളവരായിരിക്കുമല്ലോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫാദറാണ്. ഫാദർ ചർച്ചിലേക്ക് പ്രേയറിന്റെ സമയമുണ്ടല്ലോ, കുർബാന, ആ ഒരു ടൈമില് പോകാനായിട്ട് വരുമ്പോൾ ഒരു 9 വയസ്സുള്ള ഒരു പെൺകുട്ടി ഓടി വരും ആ ഫാദറുടെ അടുത്തേക്ക്. ഫാദറിനോട് പറയും, എനിക്ക് ഭയങ്കര ടെൻഷനിലാണ്, കുട്ടി ഇപ്പൊ കരയും. ആ ഒരു അപ്പം ഈ കുട്ടി പറയുവാണ്, എനിക്ക് കുറച്ച് ഫാദറിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുവാണ്. ഫാദറിന്റെ പ്രേയറിന്റെ സമയമായി. കറക്റ്റ് ആ ടൈമിൽ ആ കുട്ടി ഓടി വരുന്നേ. ഫാദർ പറയും, ഞാൻ ഈ കുർബാന കഴിഞ്ഞിട്ട് മോളോട് സംസാരിക്കാന്ന് പറയും. ഫാദർ കുർബാന എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും. ആരുടെ ഓടാണ്, ആരുടെയാണെന്ന് കണ്ടുപിടിച്ചു. ധീരവെന്ന് കാണുന്നുണ്ട്, അത് ആരാന്ന് എനിക്കറിയില്ല. പ്ലീസ് മ്യൂട്ട്. കേൾക്കുന്നില്ല അത്. ഓക്കെ. അപ്പൊ ഈ ഫാദർ കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കാണുന്നത് ഈ കുട്ടി ഹാങ് ചെയ്ത് സൂയിസൈഡ് ചെയ്തു. അതായിരുന്നു സംഭവിച്ചത്. അപ്പൊ ശരിക്കും റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 9 വയസ്സിലെ ഈ പെൺകുട്ടി ആദ്യമായിട്ട് പീരീഡ്സ് ആവുക. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. കുട്ടി നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലഡ്. കുട്ടി വിചാരിക്കേണ്ടത് എനിക്ക് എന്തോ ക്രിട്ടിക്കൽ ഇൽനെസ് ആണ്. അതിന് മനസ്സിലായില്ല ഈ ഒരു കാര്യം, അതിനറിയില്ല. ക്രിട്ടിക്കൽ ഇൽനെസ് ആണ്, മരിക്കാൻ പോവുകയാണ്. പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ധീരവ് എന്നുള്ള പേരാ ഞാൻ കാണുന്നത്. അപ്പം ഇതിന് അറിയില്ല. പക്ഷേ ഈ ഫാദറുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഏറ്റവും ആദ്യം ഫാദറിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വരുമ്പോ ആ കറക്റ്റ് ആ ടൈം ആ കുട്ടിക്ക് കൊടുക്കുന്നില്ല. കറക്റ്റ് ആ സമയം ഫാദർ അത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പൊ ഈ കുട്ടി വിചാരിക്കണം താൻ മരിച്ചു പോകുന്ന എന്തോ അസുഖം സംഭവിച്ചു, ബോഡിയിൽ നിന്നും ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ആ ടെൻഷൻ കാരണം ഓടി വന്ന് പറയാൻ വന്നപ്പോ അവിടെ ആ കേൾക്കാനുള്ള സമയം കുറച്ച് ഡിലേ ആയിപ്പോയി. ഫാദറിന് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നി. അതിനുശേഷം അദ്ദേഹമായിട്ട് തന്നെ ലീഡ് ചെയ്തെടുത്താണ് സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റേഴ്സ്, ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രങ്ങള്. അങ്ങനെ നമ്മുടെ കേരളത്തിലും ഉണ്ട്. കേരളത്തില് എന്റെ വീടിനടുത്തുണ്ട്, നോർത്ത് പറവൂരുണ്ട്, പിന്നെ എറണാകുളത്തുണ്ട്. അങ്ങനെ പല സ്ഥലത്തും കുറെ വോളണ്ടിയേഴ്സ് ഉണ്ട് ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ. ഈ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആളുകളെ കേൾക്കാൻ അവർക്ക് വേണ്ടിയിട്ട് ഫോൺ ഉണ്ട്, നേരിട്ട് വരാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. 2-3 ഇയേഴ്സ് ഞാൻ അവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പം ഹസ്ബൻഡിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോ ഞാനൊന്ന് മാറി നിൽക്കുക. നമുക്ക് അങ്ങനെ കുറെ കേസസ് വന്നു. അപ്പൊ അതിന് അവിടെ എന്ന് വെച്ചാൽ കേൾക്കാൻ ആ കറക്റ്റ് സമയത്ത് ആളില്ലാതായി പോയപ്പോ ഒരു ജീവൻ അവിടെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് നമ്മളുടെ PFAയുടെ കാര്യവും. ആളുകളെ അസിസ്റ്റ് ചെയ്യുക, ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അസിസ്റ്റ് ചെയ്യുക. നമ്മളുടെ സമയങ്ങളിൽ കൊറോണ വന്നപ്പോഴും അതുപോലെ തന്നെ ഫ്ലഡ് വന്നപ്പോഴും ആളുകൾക്ക് പല രീതിയിലും ലോസ് ഉണ്ടായി. മെന്റലി അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയി. അപ്പൊ അതിനുശേഷം ആ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ മെന്റൽ ഹെൽത്തിലെ എക്സ്പേർട്സും വന്നു. അതുപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സും
സഹായത്തിനായിട്ട് വന്നു ഇവരെ കേൾക്കാനും ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും. ഇതിന് ഈ PFAക്ക് മെയിൻ ആയിട്ട് കുറെ കമ്പണൻസ് ഉണ്ട്. എന്താണ് അവരുടെ ഉദ്ദേശം? സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അതിന്റെ ഉദ്ദേശം എന്താന്നുള്ളത് കൂടുതൽ ആയിട്ട്, അതായത് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അവരെ കൂടുതൽ വിഷമത്തിലേക്ക് പോകുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് കമ്പണന്റ് എന്ന് പറയുന്നത്. അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു, കൂടുതൽ ഹാം ആകുന്നതിൽ നിന്നും, കൂടുതൽ വിഷമമാകുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. സെക്കൻഡ് കമ്പോണന്റ് ആണ് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കും, അവസരം കൊടുക്കും സംസാരിക്കാനായിട്ട്. എങ്ങനെ സംസാരിക്കാൻ? അവരെ കൂടുതൽ പ്രഷറൈസ് ചെയ്യാതെ, നിർബന്ധിച്ച് സംസാരിപ്പിക്കുകയല്ല, അവരായിട്ട് സ്വയം ഇങ്ങനെ പറയാനായിട്ടുള്ള അവസരം കൊടുക്കും. ഓപ്പർച്യൂണിറ്റി ടോക്ക് വിത്തൗട്ട് പ്രഷർ, പ്രഷറൈസ് ചെയ്യാതെ അവരെ സംസാരിപ്പിക്കും. പിന്നെ ആക്റ്റീവ് ലിസണിങ്, കേൾക്കുക. എന്താ ഈ ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കേൾക്കുക, രണ്ടും കേൾക്കുകയാണ് അല്ലെ? ലിസണിങ്ങും ഹിയറിങ്ങും എന്താ വ്യത്യാസം? ലിസണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി കേൾക്കുന്നതാണ് ലിസണിങ്. ഹിയറിംഗ് നമ്മൾ സാധാരണ നോർമലി കേൾക്കുന്നത്. ലിസണിങ് മനസ്സിലാക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവം. മനസ്സിലാക്കിയിട്ട് കൂടുതലായിട്ടും ഡീപ്പായിട്ട് കേൾക്കുന്നതാണ്. ഓക്കെ, കറക്റ്റ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫാൻ കറങ്ങുന്നുണ്ട്, അപ്പുറത്ത് എന്റെ മോൻ സംസാരിക്കുന്നുണ്ട്, റോഡിലൂടെ വണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ട് എന്റെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പോവാണ്. അവിടെ ഹിയറിംഗ് ആണ്. ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതെന്റെ ഉള്ളിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ ലിസണിങ്, ഇപ്പൊ നമ്മൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ലിസണിങ് ആണ് അവിടെ നിന്ന് വരുന്നത്. ഹൃദയം കൊണ്ട് കേൾക്കുകയാണ്, ആക്റ്റീവ് ലിസണിങ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PFAയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് തന്നെ പറയാം. അതിന് മനസ്സുള്ളവർ ആക്റ്റീവ് ലിസണിങ് അത് ആവശ്യമാണ്. കമ്പാഷൻ, സ്നേഹത്തോടുകൂടി കരുണയും ദയയും എല്ലാം കൂടി ചേർന്നത്. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കുക, അഡ്രസ്സിങ് ആൻഡ് അക്നോളജിങ്. അല്ലാതെ നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുകയല്ല. അവർ എന്ത് പ്രോബ്ലം പറഞ്ഞാലും അത് വളരെ നിസ്സാരമാണെങ്കിൽ കൂടിയും നമ്മൾ അതിനെ വേണ്ട വിധം റെസ്പെക്റ്റോടു കൂടി അത് കേൾക്കുക. അഡ്രസ്സിങ് ആൻഡ് അക്നോളജിങ്, അതിലെ പ്രശ്നത്തെ മനസ്സിലാക്കി സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ അതിന് വേണ്ടുന്ന അത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്, മെത്തേഡ്സ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ചെന്നെ ചോദിക്കാം, ഈ പ്രശ്നം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കാം. അവര് ഭയങ്കരമായിട്ടൊന്ന് ഉണർന്നു വരും. അവര് പറയും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവും. ചിലര് നമ്മളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ മാത്രം നമ്മൾ തിരിച്ച് മറുപടി പറയാം. ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാകൂ എന്ന് അവര് ചോദിക്കുമ്പോൾ നമ്മൾ അത് നമുക്ക് നോക്കാം എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളോട് ചോദിച്ചാൽ മാത്രം നമ്മൾ നമ്മുടെ സജഷൻസ് അവിടെ പറയാന്നുള്ളത്. അല്ലാതെ മിക്കതിന്റെയും സോർട്ട് ഔട്ട് ചെയ്യാനുള്ളത് അവരിൽ നിന്ന് തന്നെ വരും. നമുക്ക് അതിനുള്ളൊരു സ്പേസ് അവർക്ക് കൊടുക്കുവാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മള് ജഡ്ജ്മെന്റ് ചെയ്യരുത്, നമ്മളത് അവര് പറയുന്നത് സില്ലി ആയിട്ട് കാണരുത് എന്നുള്ളത്. പിന്നെ ചിലർക്ക് സോഷ്യൽ സപ്പോർട്ട് വേണ്ടി വരും. ചില ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, അങ്ങനെ എന്തെങ്കിലും ഡിസാസ്റ്റർ ഒക്കെ സംഭവിച്ച്, എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി, വെള്ളപ്പൊക്കമൊക്കെ സംഭവിച്ച് വീട് നഷ്ടപ്പെട്ടു. അപ്പൊ അത് അവർക്ക് അങ്ങനെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, ചിലപ്പോ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, അങ്ങനെയുള്ളിടത്തൊക്കെ പോയിട്ട് അത് കറക്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടുന്ന സോഷ്യൽ സപ്പോർട്ട് അത് കൊടുക്കാം. ചിലർക്ക് അറിയില്ല ഫർദർ എങ്ങനെ പോയി അതിന്റെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്, അപ്പൊ അത് കൊടുക്കാം. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ റെഫറൻസ് കൊടുക്കാം, റെഫർ ചെയ്യാം, എവിടെ പോകണം, എങ്ങനെ ആരെ കാണണം, അങ്ങനെയുള്ള റെഫറൻസ് ഒക്കെ കൊടുക്കാം. ഓക്കെ, ഇതാണ് കമ്പണൻസ്. ഇപ്പൊ നമ്മൾ കമ്പണൻസ് പറഞ്ഞത് എന്തായിരുന്നു? കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടാകുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാം. പ്രൊട്ടക്ടിങ് ദം ഫ്രം ഫർദർ ഹാം. കൂടുതൽ അവർ ഹാം ആകുന്നതിന് മുമ്പ്, അവർക്ക് വേദന കൂടുതലാകുന്നതിന് മുമ്പ് തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. എന്തിനാണ്? സംസാരിക്കാൻ. എങ്ങനെ സംസാരിക്കാൻ? വിത്തൗട്ട് പ്രഷർ, അധികം നിർബന്ധിക്കാതെ സംസാരിക്കാൻ. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് ആക്റ്റീവ് ലിസണിങ്, നമ്മുടെ ഹൃദയം കൊണ്ട് കേൾക്കുക. പിന്നെ കമ്പാഷൻ, നല്ല സ്നേഹം, ദയ, എമ്പതി എല്ലാം കൂടെ ചേർന്ന്. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ, അഡ്രസ്സിങ് ആൻഡ് അക്നോളജിങ് കൺസേൺസ്, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അത് നമുക്ക് മനസ്സിലായി എന്ന് അവർക്ക് മനസ്സിലാവണം. നമ്മളത് കേട്ടു, നമ്മളതിനെ
അത് കറക്റ്റ്, അത് വാലിഡ് ആണ്, നമ്മളത് ശരിയായ ഒരു കാര്യമാണ്, അതിന് വേണ്ടത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളത് അഡ്രസ് ചെയ്യാം. പിന്നെ അതിന് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യാം, മെത്തേഡ്സ് കണ്ടുപിടിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ സോഷ്യൽ സപ്പോർട്ട് ഓഫർ ചെയ്യാം, റെഫറൻസ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ കമ്പണൻസ് ആയിട്ട്, മെയിൻ കമ്പണൻസ് ആയിട്ട് വരുന്നത്. പ്രൊട്ടക്റ്റിംഗ്, കൂടുതൽ പ്രശ്നങ്ങളാകുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക, സംസാരിക്കാനായിട്ട് നിർബന്ധിതമായിട്ട് സംസാരിപ്പിക്കാതെ, പ്രഷർ ഒന്നും ചെയ്യാതെ അവരായിട്ട് തന്നെ സമാധാനമായിട്ട് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ആക്റ്റീവ് ലിസണിങ്, കമ്പാഷൻ, അവരുടെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക, അഡ്രസ്സിങ് ആൻഡ് അക്നോളജിങ് ദർ കൺസേൺസ്. പിന്നെ ഇത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യുക, സോഷ്യൽ സപ്പോർട്ട് ഓഫർ ചെയ്യുക, റെഫറൻസുകൾ കൊടുക്കുക. ഇതൊക്കെയായിരുന്നു ഇതിന്റെ കമ്പണൻസ് വരുന്നത്. മാം 4ാമത്തെ പോയിന്റ് പറയോ? കമ്പാഷൻ ആണോ? കമ്പാഷൻ, എംപതിയും സ്നേഹവും കരുണയും അവരോട് എല്ലാം കൂടെ ചേർന്നതാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. ഓക്കെ മാം. ഇതൊക്കെയാണ് അതിന്റെ കമ്പണൻസ് വരുന്നത്. ഇത് ആണ് ശരിക്കും PFA നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ. ഏതൊക്കെ ഏരിയയിലുള്ളവർക്കാണ്, അപ്പൊ അതിന്റെ ഞാനിപ്പോ തന്നെ ഷെയർ ചെയ്യാട്ടോ. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നിട്ടുള്ളതാണ്. ഇതിലെല്ലാം ഒന്നും വേണ്ട, നമുക്ക് കുറച്ച് കാര്യങ്ങൾ മതി. പക്ഷെ ഒന്ന് മുഴുവൻ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കുന്നത് വളരെ നന്നായിരിക്കും. അത്രയും നല്ലൊരു ഇൻഫർമേഷൻ വരുന്നതാണത്. മിസ്, ഈ ടോപ്പിക് അസൈൻമെന്റ് ആയിട്ട് എങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടതാണോ? ഇല്ല, ഈ ഒരു യൂണിറ്റിൽ ഞാൻ സബ്മിറ്റ് അല്ലാതെ ആക്ടിവിറ്റി എന്ന് തോന്നുന്നു പറഞ്ഞത്. ഫസ്റ്റ് എയ്ഡ് കിറ്റിലെ മെറ്റീരിയൽസ് ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട് മാം. ആക്ടിവിറ്റി വേറൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിവിടെ PFA എന്ന് പറയുന്ന ഒരു സപ്പോർട്ടീവ് റെസ്പോൺസ് ആണ്. ഏതെങ്കിലും ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരു വിഷമം, ഒരു സഫറിങ് വരുമ്പോൾ അവർക്കാണോ സപ്പോർട്ട് വേണ്ടത്, അവർക്ക് വേണ്ടുന്നതാണ് PFA എന്ന് പറയുന്നത്. ഇതൊരു നമ്മളുടെ ഒരു നല്ല രീതിയിലുള്ള ഇടപെടലാണ്, ഒരു നല്ലൊരു ഇന്റർവെൻഷൻ ആണ് PFA എന്ന് പറയുന്നത്. അവരുടെ മാനസികമായ പ്രശ്നങ്ങൾക്ക് ഒരു സപ്പോർട്ട് എന്താണ്, അത് ചിലപ്പോൾ കുട്ടികൾക്കാകാം, മുതിർന്നവർക്കായിരിക്കാം, ചിലപ്പോൾ ചില ഫാമിലീസിനായിരിക്കാം, അങ്ങനെ ആർക്കാണ്. ചിലപ്പോൾ അവര് എന്തെങ്കിലും പ്രോബ്ലം, ഏതെങ്കിലും നാച്ചുറൽ കലാമിറ്റി, ഡിസാസ്റ്റർ, ഫ്ലഡ്, തീപിടുത്തം, എന്ത് സംഭവിക്കാലോ, പിന്നെ മണ്ണിടിച്ചിലോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാ ഡിസാസ്റ്റർ സംഭവിക്കാവുന്നത്. ഇപ്പൊ വലിയ ഇടിമിന്നലേറ്റ് കുറെ ഭാഗങ്ങൾ, കുറെ ചിലരുടെ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കാം, മണ്ണൊലിച്ചു വന്ന് വീട് അങ്ങനെ താന്നു പോവാം, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വരാനും ഫ്ലഡിലൂടെ സംഭവിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെ ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ഏരിയ മുഴുവൻ ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്ത് അവിടെ പല രീതിയിലുള്ള ലോസ് സംഭവിക്കാം, ഹ്യൂമൻ ലോസ് സംഭവിക്കാം. ചിലപ്പോൾ പാരന്റ്സ് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കുട്ടികൾ നഷ്ടപ്പെടാം, അവരുടെ ബിലോങ്ങിങ്സ് എല്ലാം നഷ്ടപ്പെടാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ അതൊക്കെ കഴിയുമ്പോൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ പോകുമ്പോൾ ആ ഒരു ഡിസ്ട്രസ്, ഒരു ഡെസ്പെയർ, ഒരു നിരാശ, ആകെ ചിലപ്പോ മരിച്ചാ മതി എന്നുള്ള അങ്ങനത്തെ ഒരു ഫീലിംഗ്, ഒരു സൂയിസൈഡ് തോട്ടൊക്കെ ഇവർക്ക് വരും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നവർക്ക്, പിന്നെ അതുമല്ല ഇഞ്ചുറീസ് സംഭവിക്കാം. ആസിഡ് അറ്റാക്ക്, അൺഎക്സ്പെക്ടഡ് ഡെത്ത്, കറക്റ്റ്. ഇഞ്ചുറീസ് സംഭവിച്ച് കയ്യും കാലം നഷ്ടപ്പെടും, കാഴ്ച നഷ്ടപ്പെടും, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഏത് രീതിയിലും ലോസ് ഇവർക്ക് സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാൻ നോർമൽ ലൈഫിൽ നിന്ന് മാറി വളരെ ദുരിതമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഇവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഇതുപോലെ ഉള്ള ഒരു വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റാതെ വരും, ചിലപ്പോൾ തന്നെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരും, പ്രളയം ഒക്കെ വരുമ്പോഴേക്കും. അതൊന്ന് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് PFA കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇവിടെ ചില കേസസ് ആണ് മെഡിസിനിലേക്ക് പോകുന്നത്, ചില കേസസ് ആക്റ്റീവ് ലിസണിങ് കൊണ്ട് തന്നെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ആ കുട്ടിയുടെ കാര്യം. കുട്ടിയെ കേട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഫാദർ ആ കുട്ടിയോട് പറയുമായിരുന്നു അതിന് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ അത് അവിടെ അതൊരു ഭയങ്കര ഒരു അത്രയും ചിന്തിച്ചിട്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് പറ്റിയതായിരുന്നു ആ ഒരു പ്രോബ്ലം. നമുക്ക് PFAക്ക് ഇമ്പോർട്ടന്റ് ആണ്. 7 തീംസ് ഉണ്ട്. അത് നിങ്ങൾ ഈ പിക്ചർ പഠിച്ച് വെച്ചാൽ മതി. 7 തീംസ് നമുക്കൊരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. PFA നടുക്ക് കൊടുത്തിട്ടുണ്ട്, അതിന് ചുറ്റും അതിന്റെ 7 തീംസ്. പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. കുറച്ചു മുമ്പ് ഞാൻ കമ്പണൻസ് പറഞ്ഞില്ലേ, അത് തന്നെ കുറച്ചുകൂടെ തീംസ് ആയിട്ട് തീമാറ്റിക്കൽ ആയിട്ട് കാണിച്ചിരിക്കുന്നു. നല്ല രീതിയിലുള്ള കെയറും സപ്പോർട്ടും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യണം. പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. ഇനി ഇവരുടെ നീഡ്സ് എന്താണ്, ഇവരുടെ ആവശ്യം, ഇവരുടെ വിഷമങ്ങൾ, കൺസേൺസ്, ഇതെല്ലാം എന്താണെന്നുള്ളത് അസസ് ചെയ്യുക, അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ അവർക്ക് വേണ്ടുന്ന ബേസിക് നീഡ്സിന് ഹെൽപ്പ് ചെയ്യുക അവരെ. പ്രധാനമായിട്ട് ഫുഡ്, വാട്ടർ, ഇൻഫർമേഷൻ, ചില കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, സോഷ്യൽ സപ്പോർട്ട്, റെഫറൻസ് ഒക്കെ നമുക്ക് കൊടുക്കാന്നുള്ളത്. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദാറ്റ്. ലിസൺ ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. അവരെ കേൾക്കുക, പക്ഷെ ഒരിക്കലും അവരെ പ്രഷറൈസ് ചെയ്യരുത് സംസാരിക്കാനായിട്ട്. ചിലപ്പോൾ അവർ കുറേ നേരം എടുക്കും, കാരണം അവരുടെ ഉള്ളിലിങ്ങനെ എന്തോ അവരെ ബ്ലോക്ക് ചെയ്യുക. ആ ബ്ലോക്ക് ഒന്ന് മാറാൻ ചിലപ്പോൾ ടൈം എടുക്കും. നമ്മളിപ്പോ സംസാരിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു, 5 മിനിറ്റ്സ് കഴിഞ്ഞു, 10 മിനിറ്റ്സ് കഴിഞ്ഞു, സംസാരിക്കുന്നില്ല, 15 മിനിറ്റ്സ് കഴിഞ്ഞു, സംസാരിക്കുന്നില്ല എന്ന് വരുമ്പോഴേക്കും നമ്മൾ പതുക്കെ നമുക്ക് ആ ഒരു സൈലൻസ് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാം. അത് വേറൊന്നുമല്ല, സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് പറയാം ഒരു വെള്ളം വേണോ, അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു അങ്ങനെയുള്ള എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും കണക്ഷൻ എന്തോ പ്രശ്നം പോയി തോന്നും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ആ സൈലൻസ് ബ്രേക്ക് ചെയ്യാൻ അവരോട് എന്താ മിണ്ടാത്തേന്നൊന്നുമല്ല നമ്മൾ ചോദിക്കണ്ടേ, കുടിക്കാൻ വെള്ളം വേണോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അവർ പതുക്കെ യെസ് ഓർ നോ എങ്കിലും പറയാനായിട്ട് തുടങ്ങും. ആ ഒരു അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. യെസ് അല്ലെങ്കിൽ നോ ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് സൈലൻസ് ബ്രേക്ക് ചെയ്യാം. ഇവര് പതുക്കെ സംസാരിച്ചു തുടങ്ങും. അവരെ കംഫർട്ട് ചെയ്യാം, കാരണം അവരിയ്ക്കുന്നത് ഒരു കംഫർട്ട് സോണിലാന്ന് അവർക്ക് ഫീൽ ചെയ്യണം. ഒട്ടും ടെൻഷനൊന്നും ഇല്ലാതെ വളരെ കാമായിട്ട് അവർക്ക് സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ ഒന്ന് പ്രസന്റേഷൻ കാണുന്നില്ലേ? കാണാലോ മാം. ആർക്കും കാണുന്നില്ല മെസ്സേജ് വന്നേ, അതുകൊണ്ടാണ്. ഓക്കെ, അത് അവരെ കംഫർട്ട് ചെയ്യിക്കുക എപ്പോഴും. ഓക്കെ, കണക്ട് ദം ടു ഇൻഫർമേഷൻ, സർവീസസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുക. റെഫറൻസ്, ചില NGOs ഒക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുണ്ടാകും. ഇപ്പോ കുട്ടികൾക്ക് പാരന്റ്സിനെ നഷ്ടപ്പെട്ടു, അപ്പൊ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആരെങ്കിലും അങ്ങനെയുള്ള സർവീസസും സോഷ്യൽ സപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുക. വലിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിന് വേണ്ടുന്ന ഇൻഫർമേഷൻസ് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരും. ആദ്യം പറയേണ്ടത് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം ആയിരുന്നു, ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പൊ 7 തീംസ് ആണ്. പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം, കൂടുതൽ ഹാം ആവുന്നതിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന കെയറും സപ്പോർട്ടും കൊടുക്കുക, അവരുടെ പ്രോബ്ലംസ് കേൾക്കുക, നീഡ്സ് ആൻഡ് കൺസേൺസ് അസസ് ചെയ്യുക, മനസ്സിലാക്കുക, ബേസിക് ആയിട്ടുള്ള അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുക, ലൈക്ക് ഫുഡ്, വാട്ടർ, ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവരെ കേൾക്കുക, അവരെ പ്രഷറൈസ് ചെയ്യരുത് സംസാരിക്കാനായിട്ട്, അവരെ കൂടുതൽ കംഫർട്ട് ചെയ്യുക, അവരെ വളരെ കാമാക്കുക, പിന്നെ അവർക്ക് ഇൻഫർമേഷൻസ് കണക്ട് ചെയ്ത് കൊടുക്കുക, സോഷ്യൽ സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഈ 7 തീംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞ കമ്പണൻസും സെയിം തന്നെയാണ്, കമ്പണൻസ് തന്നെയാണ് അത്. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചർ മതി. ഇപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. 28 പേജും നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ ഈ PFAയില് നമ്മൾ കാര്യമായിട്ട് എന്താ കൂടുതലായിട്ട് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. 7 തീംസ് ഉണ്ട്. 7 തീംസ് ആണ്. പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം, കൂടുതൽ ഹാം ആവുന്നതിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ പ്രോബ്ലംസ് കേൾക്കുക, നീഡ്സ് ആൻഡ് കൺസേൺസ് അസസ് ചെയ്യുക, മനസ്സിലാക്കുക, ബേസിക് ആയിട്ടുള്ള അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുക, ലൈക്ക് ഫുഡ്, വാട്ടർ, ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവരെ കംഫർട്ട് ചെയ്യുക, അവരെ കൂടുതൽ കംഫർട്ട് ചെയ്യുക, അവരെ പ്രഷറൈസ് ചെയ്യരുത് സംസാരിക്കാനായിട്ട്, അവർ വേറൊന്നുമല്ല, സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക്
നമ്മൾക്ക് ഇവിടെ ആക്റ്റീവ് ലിസണിങ് ആണ് കൂടുതൽ. പിന്നെ ഇതൊരു കൗൺസിലിംഗ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ട്രീറ്റ്മെന്റോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുവാണ് ഇവർക്ക് ഒരു പക്ഷേ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വേണ്ടി വരും. അങ്ങനെ തോന്നുവാണെങ്കിൽ മാത്രം അവരോട് ചോദിക്കുക. ചിലപ്പോൾ അവര് തന്നെ പറഞ്ഞു എനിക്കിത് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഷോക്ക് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോ മാത്രമാണ് നമുക്ക് അവരെ റെഫർ ചെയ്യേണ്ട ആവശ്യവും. അല്ലാതെ അവർ കൗൺസിലിംഗ് സെഷൻ പോലെ ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ അത് അങ്ങനെ ചെയ്യേണ്ടതിന്റെ ആയിട്ട് ആവശ്യമില്ല. PFA എന്ന് പറഞ്ഞാൽ അതല്ല ശരിക്കും, കൗൺസിലിംഗും അല്ല, ട്രീറ്റ്മെന്റ് അല്ല, അങ്ങനെയുള്ള കാര്യം. ഒരു എമർജൻസിയിൽ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ സംഭവിക്കുമ്പോൾ ആ ഒരു എമർജൻസിയിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു സപ്പോർട്ട്, അത് മാത്രമാണ് PFA എന്ന് പറയുന്നത്. നമുക്കിവിടെ 3 ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അത് വേണം. ഇപ്പം ഇവരിങ്ങനെ ഡിസ്ട്രെസ്സിൽ അല്ലെങ്കിൽ ഡെസ്പെയറിൽ, നിരാശ, ദുഃഖത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. അവരെ റിക്കവറിയിലേക്ക് കൊണ്ടുപോകുന്നത് വേണ്ടുന്ന 3 മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അവർക്ക് എപ്പോഴും ഒരു കംഫർട്ട് ആക്കി അവരെ വെക്കുക, സേഫ് ആക്കി വെക്കുക, കാം ആക്കി വെക്കുക, മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുക. അതായത് ഇപ്പൊ അവരുടെ ഏതെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പൊ ദൂരെയാണ് അവരുടെ ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ട്, ഇവിടെ നാട്ടിലുണ്ടായിരുന്നവരെല്ലാം ഡിസാസ്റ്ററിൽ നഷ്ടപ്പെട്ടു, ദൂരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ കണക്ട് ചെയ്ത് കൊടുക്കുക. അവർക്കൊരു റിക്കവറി ആകാനായിട്ട് ഒരു ലോങ് ടേം ഒരു നല്ലൊരു റിക്കവറിയിലേക്ക് പോകാനായിട്ട് അത് സാധിക്കും. പിന്നെ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലേബിൾ ആക്കുക. അവരെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ മാനേജ് ചെയ്ത് നമ്മളുടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ടെൻഷൻ വരുമ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കാൻ ഞാൻ തന്നെ അത് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പകുതി റിക്കവറി ആയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്ക് അതിനുള്ള കഴിവുണ്ട്, ഐ ആം ഏബിൾ ഫോർ ദാറ്റ്. അങ്ങനെ ഒരു രീതിയിൽ അവരെ തന്നെ മനസ്സിലാക്കി അങ്ങനെ ഒരു കപ്പാസിറ്റി അവർക്കുണ്ട്, ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ആളാണെന്നുള്ള രീതിയിൽ ആ ഒരു ഫീല് അവർക്കുണ്ടാക്കി. പിന്നെ സപ്പോർട്ട് ഉള്ളത് ആക്സസ് ചെയ്യാനായിട്ട് എവിടെ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടാമോ അതെല്ലാം ഈസിലി ആക്സസിബിൾ ആക്കി കൊടുക്കുക. ഇതൊക്കെയാണ്, ഇത് 3മാണ് റിക്കവർ ചെയ്യാനായിട്ടുള്ള, ഇവരെ റിക്കവറി ആക്കാനായിട്ടുള്ള 3 ഫാക്ടേഴ്സ്. അവരെ സേഫ് ആക്കുക, കംഫർട്ട് ആക്കുക, നല്ല കാം ആക്കുക, അവരുടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അവർക്ക് തന്നെ സ്വയം തോന്നിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു ഫീൽ ഉണ്ടാക്കി കൊടുക്കുക, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. പിന്നെ സപ്പോർട്ട് മാക്സിമം കിട്ടാവുന്ന സപ്പോർട്ടെല്ലാം ആക്സസ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പൊ നമുക്ക് മെയിൻ 7 തീംസ് ഉണ്ടായിരുന്നു, അത് വേണം. പിന്നെ റിക്കവറി ഫാക്ടേഴ്സ്, ആ 3 ഫാക്ടേഴ്സ് വേണം. വായിച്ചു നോക്കാം. താഴെ ബോക്സിൽ എഴുതിയേക്കുന്നത് അത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കാം. പീപ്പിൾ ഹൂ നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ആർക്കാണ് ഇതുപോലെ സ്പെഷ്യൽ അറ്റൻഷനും സപ്പോർട്ടും? ഏതൊക്കെ ലെവലിൽ, ഏതൊക്കെ ഏരിയയിലുള്ളവർക്ക് വേണം, എങ്ങനെയുള്ള ആളുകൾക്ക് വേണം? ചില ആളുകൾക്ക് ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറി ഉണ്ടാവും. അതായത് ചിലപ്പോ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ പോകുന്ന സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ക്രിട്ടിക്കൽ ഇൽനെസ് വരുന്നത്, ഇപ്പൊ ക്യാൻസർ പേഷ്യൻസ് അങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ കിഡ്നി ഇഷ്യൂസ് വന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ലിവറിന് പ്രോബ്ലം വന്നു, അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഇഞ്ചുറി. എന്തോ ഒന്നുകൂടെ പറയൂ, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, റേഞ്ച് കട്ടായി. അതെ, അതായത് ആ റെഡ് കളറിലൊരു ഹെഡിങ് കണ്ടോ? ആർക്കാണ് PFAയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ്, ഏറ്റവും റിസ്കിൽ നിൽക്കുന്നത്? PFA ആവശ്യമുള്ള ആളുകൾ, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെയുള്ളവർക്കാണ് വേണ്ടത്? ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് ഇഷ്യൂസ് ഉള്ള, അസുഖങ്ങളുള്ള, അല്ലെങ്കിൽ മുറിവ് പറ്റിയ ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അവർ മെന്റലി ഭയങ്കര ഡൗൺ ആയിരിക്കും, ഭയങ്കര ഡിപ്രഷൻ, ഡിസ്പെയറിൽ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും.
അവർക്ക് ഇതുപോലെ PF ആവശ്യമാണ്. പിന്നെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ട് ചില ആളുകൾ ഉണ്ടാവും. അവർക്ക് അവരുടെ കാര്യങ്ങൾ തന്നെ നോക്കാനായിട്ട് പറ്റില്ല. അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി അപ്സെറ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഒരു എക്സാമ്പിള്, പ്രഗ്നൻസി സമയത്ത് ഹസ്ബൻഡ് മരിക്കുന്ന ചിലര് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുട്ടിയെ ശ്രദ്ധിക്കാതെ പോകും. അപ്പൊ അങ്ങനെ തന്നെ അവർക്ക് ആ ലോസ്, ആ ദുഃഖത്തോടു കൂടിയാണ് അവർ ആ പ്രഗ്നൻസി പീരീഡും ആ ഡെലിവറിയും ഒക്കെ നടക്കുന്നത്. അങ്ങനെയുള്ളവരുണ്ടാകും. അങ്ങനെ പല രീതിയിലും അപ്സെറ്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചുപോയി, ഏതെങ്കിലും ഒരു ആക്സിഡന്റിലോ അങ്ങനെയൊക്കെ സംഭവിച്ചു, കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവരെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർ, അവർക്ക് PF ആവശ്യമാണ്. പിന്നെ ചില ആളുകള് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലേ? യെസ്, കറക്റ്റ്. പോസ്റ്റ്പാർട്ടം, ആഫ്റ്റർ ഡെലിവറി സംഭവിക്കുന്ന ഒരു കാര്യമാണ് പോസ്റ്റ്പാർട്ടം. പലപ്പോഴും നമ്മൾ അറിയണ്ടാവില്ല ഈ പോസ്റ്റ്പാർട്ടത്തിന്റെ പ്രശ്നം. ഈവൻ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർക്ക് അത് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് അത് ഈസിലി മാനേജ് ചെയ്യാൻ പറ്റും. ആ പാർട്ട്ണർക്ക് അതിനെപ്പറ്റി അറിയുവാണെങ്കിൽ. ഇത് പോസ്റ്റ്പാർട്ടം പലപ്പോഴും ഭയങ്കര ദേഷ്യമൊക്കെ വരും, കുട്ടികളെ ശ്രദ്ധിക്കാതെ വരും. എൻ്റെ ഒരു കസിൻ ഇങ്ങനെ വന്നിട്ട് അവള് എന്നെ വിളിച്ച് ഒരു ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് റിലീഫായി. എനിക്ക് സംഭവം ഇതാന്ന് അവൾക്കറിയാം. അവളും ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്തിരുന്ന കുട്ടിയായതുകൊണ്ട് ഇവൾക്ക് അറിയാം എനിക്ക് സംഭവിക്കുന്ന ഇതാണ്, പോസ്റ്റ്പാർട്ടമാണ് എനിക്ക് എന്ന് മനസ്സിലായിട്ട് അവൾക്കറിയാം. അത് ഒരാളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും. ഒരു പക്ഷേ പാർട്ട്ണർക്ക് അറിയില്ലാത്ത ഒരാളാണെങ്കിൽ അവരോട് ഷെയർ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. ഈവൻ സ്വന്തം അമ്മയ്ക്ക് അറിയില്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് കാര്യമുണ്ട്. അപ്പൊ ഞാനും മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നതാണ് അവൾക്ക് തോന്നി ഏറ്റവും ഈസി ചേച്ചിയെ വിളിച്ച് സംസാരിക്കുക എന്ന് അവൾക്ക് തോന്നി. അങ്ങനെ വിളിച്ച് കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറെയൊക്കെ നല്ലൊരു റിക്കവർ ആയി. അവിടെ നമുക്ക് ആക്റ്റീവ് ലിസണിങ്, അതാണ് PFAയുടെ മെയിൻ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ടൂള് ആക്റ്റീവ് ലിസണിങ് ആണ്. പിന്നെ പീപ്പിൾ ഹൂ മേ ഹർട്ട് ദംസെൽസ്, അതായത് സെൽഫ് ഹാം ചെയ്യുന്നവര്, സൂയിസൈഡ് ട്രൈ ചെയ്തിട്ട് അത് ഫെയിൽ ആയി പോകുന്ന ആൾക്കാരുണ്ട്. അവര് ഭയങ്കര പ്രശ്നത്തിലായിരിക്കും. പീപ്പിൾ ഹൂ മേ ഹർട്ട് അതേഴ്സ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആളുകൾ, അതൊക്കെ ചെറുതായിട്ട് മെന്റൽ ബാലൻസ് ഇഷ്യൂ വരുമ്പോഴാണ് അതൊക്കെ ഹർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നത്. എന്റെ മുന്നിൽ നിന്ന് ഇതുപോലെ സംസാരിച്ച ഒരാള്, അയാള് ടേബിളില് പെൻ സ്റ്റാൻഡിൽ പേന ഉണ്ടായിരുന്നു. പേന ഇങ്ങനെ കയ്യിലെടുക്കും, അയാളുടെ കൈ ഇങ്ങനെ വിറക്കി. അപ്പൊ അയാൾ എന്നോട് പറയാം, മാം എനിക്ക് ഈ പേന കൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന ആളെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങനെ തോന്നുക. പക്ഷെ ആൾക്ക് ആ തോന്നല് വരുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പം സെൽഫ് കൺട്രോൾ ചെയ്യുക. കാരണം മുമ്പിലിരിക്കുന്ന ഞാനാണല്ലോ, തന്നെയാണ് അയാൾ കുത്താൻ പോകുന്നത്. അയാൾ പറയും എനിക്ക് അതിങ്ങനെ തോന്നുക, അത് കാരണം പുള്ളിക്ക് ഒരു ജോലിക്ക് പോകാൻ പേടിയാണ്. കാരണം പുള്ളിക്ക് ആ ഒരു സെൽഫ് തോട്ട് വരുന്നുണ്ട്, ഞാൻ ഉപദ്രവിക്കും. ഇൻട്രൂസീവ് ഡിസോർഡർ ആണ്, ഞാൻ ഉപദ്രവിക്കും. അയാൾക്ക് നല്ലപോലെ എന്താ പറയാ, ഈ ഡ്രൈവ് ചെയ്യാൻ അറിയാം. അപ്പം ഈ ഡ്രൈവർ ജോലിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കേറുന്ന യാത്രക്കാരനെ ഇയാൾ പിടിച്ച് ഉപദ്രവിക്കുമെന്ന് ഇയാൾക്ക് തന്നെ അങ്ങ് സ്വയം തോന്നുന്നു. അത് കാരണം പുള്ളിക്ക് ജോലിക്ക് പോകാനായിട്ട് തോന്നുന്നില്ല. ഈ ഇൻട്രൂസീവ് ഡിസോർഡർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ, അതൊക്കെ ഒന്ന് ട്രീറ്റ്മെന്റ് വേണം കേട്ടോ, മെഡിസിൻ ഒക്കെ കഴിക്കേണ്ടത്. അപ്പൊ നമുക്കത് കുറെ ചിലരുടെ ഒക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ ടീനേജേഴ്സിനും, ചിൽഡ്രൻ ആൻഡ് അഡോൾസൻസ്, അവർ ചിലപ്പോൾ ഭയങ്കര ഗ്ലൂമി ആകും, ചിലർ ഹൈപ്പർ ആക്റ്റീവ് ആകും, ഒരു വയലന്റ് സ്വഭാവമൊക്കെ കാണിക്കും. എങ്ങനെയാണ്? അവരുടെ പാരന്റ്സ് അല്ലെങ്കിൽ അവരെ നോക്കിയിരുന്ന ആൾക്കാര് അവരിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ചും ബ്രോക്കൺ ഫാമിലീസ്, പാരന്റ്സ് തമ്മിൽ സെപ്പറേറ്റഡ് ആകും, ഡിവോഴ്സ് ആകും, അല്ലെങ്കിൽ പാരന്റ്സ് ആരെങ്കിലും മരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. ഈ കുട്ടികളിലും ടീനേജിലുള്ള ആളുകൾക്കും ഈ ഒരു പ്രൊട്ടക്ഷൻ വരും. പിന്നെ അത് മാത്രമല്ല, ഇവര് ഏതെങ്കിലും രീതിയിലുള്ള അബ്യൂസിന് ഇരയായിട്ടുള്ളവര്, ഫിസിക്കൽ അബ്യൂസോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമോ, അവരെ പീഡിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ആവുന്ന കുട്ടികളിലെല്ലാം അവർക്ക് എല്ലാം PFA ആവശ്യമാണ്. ആ ഒരു രീതിയിൽ PFA കൊടുക്കേണ്ട ചില കാറ്റഗറീസ് ആണ് ഈ ബോക്സിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. People with health conditions or mental and physical disabilities, take them to safe place, protect them from abuse, help them access. അത് പറയുന്നത് ചില ഹെൽത്ത് കണ്ടീഷൻസ് പ്രശ്നമുള്ള ആളുകള്, അല്ലെങ്കിൽ മെന്റലി ഫിസിക്കലി എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ളവര്, ഇവർക്കെല്ലാം PFAയുടെ ആവശ്യമുണ്ട്. അപ്പൊ അതിനവര് ചെയ്യുന്നത് സ്ക്രോൾ ചെയ്യട്ടെ.
ടേക്ക് ദം ടു സേഫ് പ്ലേസ്. അവരെ പ്രൊട്ടക്ട് ചെയ്യുക, ഇതുപോലെ അബ്യൂസിൽ നിന്നെല്ലാം അവരെ പ്രൊട്ടക്ട് ചെയ്യാം. അവർക്ക് മെഡിക്കൽ സപ്പോർട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർവീസസ് വേണമെങ്കിൽ അതെല്ലാം കൊടുക്കുക. ഇതില് പ്രായമായവരും വരും, പ്രഗ്നന്റ് വുമൺ വരും, അതുപോലെ തന്നെ സിവിയർ മെന്റൽ ഡിസോർഡർ ഉള്ള ആൾക്കാർ വരാം, പിന്നെ കാഴ്ചയോ കേൾക്കാനോ പറ്റാത്ത അങ്ങനെ ഡിസബിലിറ്റീസ് എല്ലാം ഉള്ളവരോ അതിന്റെ ഡിഫിക്കൽട്ടീസ് ഉള്ളവരെല്ലാം വരാം. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് പീപ്പിൾ അറ്റ് റിസ്ക് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓർ വയലൻസ്, ഏതെങ്കിലും ഒരു റയറ്റ്സ്, ഒരു ലഹളയൊക്കെ നടക്കുമ്പോൾ അവിടെ അപകടം സംഭവിച്ചപ്പോൾ അവരെ അടിക്കുകയോ ഇടിക്കുകയോ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവം, ഇഞ്ചുറി, ഹാം ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഈ സ്ത്രീകളെ ചില സ്ഥലങ്ങളിൽ ചില ഏരിയയിലെ സ്ത്രീകളോട് ഭയങ്കര അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, നോർത്തിലൊക്കെയാണ് കൂടുതൽ, നമ്മുടെ നാട്ടിലെ കാര്യമില്ല പറഞ്ഞ, ഇമ്പോർട്ടൻസ് കൊടുക്കാതെയുള്ള ചില സർട്ടൻ ഏരിയയും ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചില ഫാമിലീസ് എല്ലാം, അവർക്കൊക്കെ PFA ആവശ്യമായിട്ട് വരും. സ്പെഷ്യൽ പ്രൊട്ടക്ഷനും ഒക്കെ വേണ്ടി വരും. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, ഡ്രഗ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഇതുപോലെ മെന്റലി ഇഷ്യൂസ് വരാം. അവർക്കും ഇതുപോലെ അവർ ചിലപ്പോൾ അറിയാതെ ഇതിൽ പെട്ടുപോകുന്നവരായിരിക്കാം. അതിൽ നിന്ന് തിരിച്ചു വരണം എന്ന് ആഗ്രഹം ഉണ്ടാവാം, അവരൊരു ഡിപ്രഷനിലേക്ക് പോകാം. അത് പിന്നെ അമ്മമാര് ഇതുപോലെ പോസ്റ്റ്മോർട്ടം പറഞ്ഞ പോലെ തന്നെ ബേബീസ് ആൻഡ് സ്മോൾ ചിൽഡ്രൻ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അമ്മയ്ക്കും മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും, അവർക്കും PFA ആവശ്യമാണ്. പിന്നെ ലോസ് സംഭവിക്കുന്നവർക്ക് പറഞ്ഞില്ലേ, നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ സംഭവിക്കുമ്പോൾ, പ്രളയം, തീപിടുത്തം, അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ വലിയൊരു ആക്സിഡന്റ് സംഭവിച്ച് ഡിസാസ്റ്റർ ഒക്കെ ആണെങ്കിൽ വീട് നഷ്ടപ്പെടാം, അങ്ങനെ ആ ഫാമിലി മെമ്പേഴ്സ് നഷ്ടപ്പെടാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കും ഇതുപോലെ PFA ആവശ്യമുണ്ട്. പിന്നെ ചില ആളുകൾ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി, എന്തിലെങ്കിലും എക്സ്പോസ്ഡ് ആയിക്കൊണ്ട് വരുവാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ PFA ആവശ്യം വരാം. ഇങ്ങനെ കുറെ ഏരിയാസ് നമ്മൾ പറഞ്ഞു PFA ആവശ്യം വരുന്നത്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ടതല്ല കേട്ടോ, നമ്മൾ മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞതിലെ കുറെ ഏരിയാസ് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ആരെങ്കിലും ഭീഷണിക്കോ പിന്നെ അങ്ങനെയൊക്കെ ഉള്ള പ്രോട്ടക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഉപദ്രവിക്കുവോ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് കഴിയുമ്പോൾ ഒരു ഷോക്കൊക്കെ ഉണ്ടാവുമല്ലോ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ബ്ലാക്ക് മെയിൽ ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെയാണ് ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെയുള്ളവർക്കെല്ലാം PFA ആവശ്യമാണ്. ക്ലിയർ ആയോ? ഏതൊക്കെ ഫീൽഡിൽ, ഏതൊക്കെ ഏരിയയിൽ, ഏതൊക്കെ ലെവലിലുള്ള ആൾക്കാർക്ക് PFA വേണം? ഈ രണ്ട് ബോക്സിലാക്കി കൊടുത്തിരിക്കുന്ന ഈ രണ്ട് പേജിലായിട്ട് വരുന്നതാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കണം. പിന്നെ നെക്സ്റ്റ്, ഈ PFA വേണ്ടവര് ചില സിംറ്റംസ് കാണിക്കും, ചില സൈൻസ്. അവരങ്ങനെ ഒരു ട്രബിളിലാണ്, അവരൊരു മെന്റൽ ട്രോമ, ഒരു ഷോക്കിലാണ്, മാനസികമായിട്ട് അവർക്ക് വിഷമമുണ്ട്, നിരാശ, ഡിപ്രഷൻ, ഡിസ്പയർ, അവർക്ക് അങ്ങനെ ഒരു അവർ ഭയങ്കരമായിട്ട് മെന്റലി ഭയങ്കര വിഷമിക്കുന്നവരാണെന്നുള്ളത് ചിലപ്പോൾ ഇവരുടെ സിംറ്റംസിൽ നിന്ന് മനസ്സിലാവും. നമുക്ക് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് ചെറിയ കുട്ടികളാണ്. അപ്പൊ അവരുടെ ചില ആക്ഷൻസ് തലേ ദിവസം വരെ ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ പിറ്റേ ദിവസം അവർ വളരെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറുമെന്ന് നമുക്ക് തോന്നും, കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ അവരെ കേൾക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ PFA നിങ്ങളുടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് അറിയണം, എന്നാലാണ് നമ്മളുടെ മുന്നിൽ വരുന്ന കുഞ്ഞിന് എന്താണ് അവിടെ ഒരു പ്രോബ്ലം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്ന ഒരു ഗ്രൂപ്പില് ഒരു പെൺകുട്ടിക്ക് സ്ഥിരം തലവേദന, തലകറക്കം. ഈ തലകറക്കം വരുമ്പോഴേക്ക് കൊച്ചങ്ങോട്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകുവാണ് കൊച്ച്. അങ്ങനെ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയി സംസാരിച്ചപ്പം ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു പോക്സോ കേസ് ആവേണ്ടതായിരുന്നു, പക്ഷെ നമ്മളത് സോർട്ട് ഔട്ട് ചെയ്തു. കാരണം കുട്ടിക്ക് കേസ് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. കുട്ടിയുടെ അങ്കിള്, അമ്മയുടെ ഏറ്റവും വലിയ ബ്രദർ അബ്യൂസ് ചെയ്യും. ഇത് അബ്യൂസിന്റെ വലിയ ലെവലിലേക്കൊന്നും പോയില്ല, ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷെ കൊച്ചു ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോയി. അങ്ങനെ
അന്വേഷിച്ച് ചോദിച്ചു വന്നപ്പോഴാണ് ഇതിന്റെ കസിൻസ് ഒക്കെ ആ ഒരു ഏജിലുള്ള പെൺകുട്ടികളെ എല്ലാവരോടും ഇയാൾ ഈ ഒരു രീതിയിൽ പെരുമാറുന്നത്. നമ്മളിപ്പോ കുട്ടിയെ നല്ലപോലെ ഇത് നമ്മളത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോവുമായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫാമിലി മാറ്റേഴ്സ്. പക്ഷെ ഇനി ഒരു ഇത് വന്നാൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് കുട്ടിയോടും പറഞ്ഞിട്ടുണ്ട്, അയാളെയും ഇൻഫോം ചെയ്തിട്ടുണ്ട്. സോ അയാള് ഇപ്പൊ അങ്ങനെ ഇതിനോടൊന്നുമല്ല, ബാക്കി അതിന്റെ പ്രായത്തിലുള്ള ബാക്കി കസിൻ പിള്ളേരോടൊന്നും ആ ഒരു അപ്രോച്ച് ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ നമ്മളത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ കേസസ് വരാം. നമ്മുടെ മുമ്പിൽ വരുന്ന കുഞ്ഞുങ്ങളിൽ എന്തെല്ലാമാണോ പ്രശ്നം അതിന്റെ സിംറ്റംസ് ആണ് പറയുന്നത്. ചിലപ്പോൾ ഹെഡ് ഏക്സ് ഉണ്ടായിരിക്കും, ഫീലിംഗ് വെരി ടയേർഡ്, അവരിങ്ങനെ ഒരുമാതിരി ഷേക്കിങ്, ഇങ്ങനെ ഒരു അസ്വസ്ഥമായിട്ട് ബോഡി മുഴുവനും ഇങ്ങനെ കാലിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുവോ, എന്തെങ്കിലും അങ്ങനെ ഒരു അസ്വസ്ഥമായിട്ടിരിക്കും സാധാരണ ഇരിക്കുന്നതിലേക്കാൾ. വിശപ്പുണ്ടാവില്ല. പിന്നെ മാം ആ സിനിമയുണ്ടല്ലോ മാം, ചിറ്റ എന്ന് പറഞ്ഞ മൂവി, അതിനകത്ത് ശരിക്കും അത് കാണിക്കുന്നുണ്ട് ആ കുട്ടി. എനിക്ക് തോന്നുന്നു കുറെ മൂവീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഇതുപോലെ ശരിക്കും അറിയാൻ പറ്റും. ഞാൻ കണ്ടിരുന്നു. പിന്നെ ചിലപ്പോ കരയും, ക്രൈ, ഈ ഓരോ സിംറ്റംസ് എല്ലാം ഈ കുട്ടിയിൽ ഞാൻ കണ്ടതാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി അതിങ്ങനെ കരയും, തലവേദന, തലകറക്കം. അപ്പം അതിനെ മാറ്റിയിട്ട് സംസാരിച്ചപ്പോഴാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓപ്പൺ അപ്പ് പോവുക. ഇനി പിന്നെ എപ്പോഴും ഒരു പേടി, ആൻസൈറ്റി, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പലരിലും കണ്ടിട്ടുണ്ടാകാം ഈ ഒരു സിംറ്റംസ് എല്ലാം. ആ ഒരു സെഷനും വേണം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബുള്ളറ്റ് പോയിന്റ്സ് അതും വേണ്ടി വരും. ടീച്ചറെ, പിന്നെ നമ്മൾക്കിപ്പോ ഈ ടീച്ചർ ആവശ്യമുള്ള പോയിന്റ്സ് പറഞ്ഞത് മാത്രമായിട്ട് ക്ലാസ് റൂമിൽ ഇടുവോ, നമുക്ക് പ്രിന്റ് എടുക്കാൻ പാകത്തിന്? ഇതൊരു PDF ഫയലല്ലേ, നമുക്ക് അത് അങ്ങനെ ഇടാൻ പറ്റില്ല അല്ലെ? അത് ഇച്ചിരി പാടായി. അല്ലെങ്കിൽ പിന്നെ അത്രയും ഭാഗം മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് PDF കൺവേർട്ട് ചെയ്തിട്ട് എടുത്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇനി അധികം ഇല്ല, കാരണം നോട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഉള്ളിലിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന ഓരോ ടോപ്പിക്സും നമ്മൾ കൂടുതൽ ഡെപ്തിലേക്ക് പോവാം. മോണ്ടിസോറി ടെക്നിക്കും നിങ്ങൾക്ക് സ്കൂൾ ലെവലിൽ ആവശ്യമുള്ള കാര്യങ്ങൾ വരുന്നത്. സൈക്കോളജിക്ക് ഇനി വരാൻ പോകുന്നത്, നെക്സ്റ്റ് ഒക്കെ വരുന്നത് സൈക്കോളജി കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് PFA തുടങ്ങിയിട്ട് നമ്മൾ തന്നെ ഒരു നോട്ട്സ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പൊ എടുത്തു വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ അല്ലേ വായിക്കുള്ളൂ. ഇതാ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പിന്നെ ചില സമയത്ത് 4ാമത്തെ എന്താ മാം? ബീയിങ് ഓൺ ഗാർഡ് ഓർ പറയാൻ പറ്റേ, അതായത് അവര് വളരെ റഫായിട്ട് ചില സമയത്ത് പെരുമാറും. ഭയങ്കര റഫായിട്ട്, എന്താ പറയാ, സ്റ്റബേൺ ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്ത് പറഞ്ഞാലും അനുസരണയില്ലാതെ ഭയങ്കര ഒരു ഒറ്റ സ്വഭാവം നമ്മൾ പറയില്ലേ, അതാണ് ബീയിങ് ഓൺ ഗാർഡ് ഓർ വെച്ചാൽ അവർക്ക് ദേഷ്യമാണോ, ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ വന്നിട്ട് ഒരുമാതിരി തർക്കുത്തരൊക്കെ പറയില്ലേ, ആ ഒരു ലെവൽ. പിന്നെ എപ്പോഴും ഒരു വറി, ഒരു വിഷമായിരിക്കും, എന്തോ മോശം സംഭവിക്കാൻ പോകും. പിന്നെ ഇൻസോംനിയ, നൈറ്റ്മെയർസ്. ഇൻസോംനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കക്കുറവ്. പിന്നെ ഈ ദുസ്വപ്നങ്ങൾ കാണുക, നൈറ്റ്മെയർസ്. പിന്നെ ഇറിറ്റേഷൻ, ദേഷ്യം, അതെല്ലാം. പിന്നെ ഒരു കുറ്റബോധം, ഒരു നാണക്കേട്, അങ്ങനത്തെ കാര്യങ്ങൾ. പ്രത്യേകിച്ചും ഈ എന്താ പറയാ, നാണക്കേടൊക്കെ വരുന്നത് അല്ലെങ്കിൽ കുറ്റബോധമൊക്കെ വരുന്നത് അവരായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊരു ഫീലൊക്കെ തോന്നുമ്പോൾ, വേറൊരാൾക്ക് അവര് കാരണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി, അങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് ഈ ഗിൽട്ടും ഷെയിമും ഒക്കെ വരുന്നത്. പിന്നെ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അവർക്ക് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും. അവർക്ക് എങ്ങനെയാണ് അവർ കാണിക്കേണ്ടത് അങ്ങനെയുള്ള രീതിയിൽ ഇമോഷണലി ഒരു അൺസ്റ്റേബിൾ, ഒരു സെൻസ് ഇല്ലാത്ത പോലെ, ഒരു ബോധമില്ലാത്ത രീതിയിലുള്ള ഒരു ഫീലിങ്സും ഇമോഷൻസും. പിന്നെ എങ്ങനെ ഒരു നിലാവത്ത് അഴിച്ചിട്ട കോഴിയെ പോലെ എന്നൊക്കെ പറയില്ല, ഇങ്ങനെ നടക്കും മര്യാദക്ക്, ഡിസോർഡർ ആയിട്ട്, ലൈക്ക്
ഭക്ഷണം മര്യാദയ്ക്ക് സമയത്ത് ഈ കഴിക്കില്ല. പിരിപിരിപ്പുന്ന സ്വഭാവമാണോ ടീച്ചറെ? അങ്ങനെ അതായത് ഈ സമയത്ത് ഉറങ്ങില്ല, കുളിക്കില്ല, ഡ്രസ്സ് മാറില്ല, അങ്ങനെയൊക്കെ ഒരു ശീലങ്ങളൊക്കെ വരില്ലേ. അപ്പൊ അങ്ങനെ എപ്പോഴും ഒരു ഷോക്ക്, എന്തോ സംഭവിച്ച് എല്ലാം നഷ്ടമായ പോലെ ഒരു ഡേയ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് എന്നുള്ളൊരു മീനിങ് ആണ്. ആ രീതിയിൽ പോയാൽ മെന്റലി ഇത് മാത്രം മതിയോ, അതോ നമുക്ക് മെഡിസിൻ എടുക്കേണ്ട? നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും റെഫർ ചെയ്യേണ്ട വരുന്നുള്ളത്. നമുക്കുമായിട്ട് മെഡിക്കേഷൻ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് അവരോട് പറയാം ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്താൽ നന്നായിരിക്കും, നമുക്ക് അങ്ങനെ കണ്ടാലോ അങ്ങനെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നമ്മളുടെ ഇത് വേണം. നമുക്ക് സമാധാനമായി കുട്ടിയെ ഏൽപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു കൈ, നല്ലൊരു ഹാൻഡ്. ഡേയ്സ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? ഡേയ്സ് പറഞ്ഞ ഷോക്ക്, എപ്പോഴും ഒരു എന്തോ സംഭവിച്ച അതിന്റെ ഒരു ട്രോമയിൽ, ഒരു ഷോക്കില് ഇങ്ങനെ നടക്കുന്ന പോലെ. പിന്നെ അധികം ഒന്നും മൂവ് ചെയ്യാതെ, മീൻസ് ആക്റ്റീവ് അല്ലാതെ, അതാണ് അപ്പിയറിംഗ് വിഡ്രോൾ, എപ്പോഴും ഉൾവലിഞ്ഞ ഒരു പ്രകൃതം, അധികം ആക്റ്റീവ് അല്ലാതെ ഒതുങ്ങിക്കൂടിയ ഒരു ഇങ്ങനെ ഒന്നിലും ഇടപെടാതെ ആ ഒരു രീതിയിലിരിക്കുന്നതാണ് അടുത്ത അപ്പിയറിംഗ് വിഡ്രോൾ ഓർ വെരി സ്റ്റിൽ. റെസ്പോണ്ട് ചെയ്യില്ല, സംസാരിക്കില്ല, ഡിസോറിയന്റഡ് ആയിരിക്കും. അതായത് ചിലപ്പോ പേരെന്താന്ന് ചോദിക്കുമ്പോ തന്നെ ഇവരിങ്ങനെ അന്തപ്പെട്ട് നോക്കിയിരിക്കും എവിടെ നിന്നാണ്. അപ്പൊ അങ്ങനെ അത് അത്രയും അവർക്ക് മെമ്മറി, മെന്റലി ഇഷ്യൂ എന്ന് പേര് പറയാനോ എവിടെ നിന്ന് വന്നു എന്നോ എന്ത് സംഭവിച്ചു എന്നോ പറയാൻ പറ്റാതെ ഒരവസ്ഥ. അതൊക്കെ ഇതിന്റെ സിംറ്റംസ് ആണ്. PFA വേണ്ടുന്ന ആൾക്കാരുടെ അവർ കാണിക്കുന്ന സിംറ്റംസ് ആണ്. അപ്പൊ അവർ അങ്ങനെ പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കി നമ്മളത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പ്രസന്റേഷൻ പോയല്ലോ, ഏതാ പോയല്ലോ? ഇല്ലല്ലോ, കാണുന്നുണ്ട് മാം. കണ്ണുണ്ടോ? ഒരു പോയിന്റ് ഇഷ്യൂ വരുമ്പോ ചിലപ്പോ അത് ഇത് കാണാതെ, പിന്നെ അവരെ തന്നെ ശ്രദ്ധിക്കാതെ, കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, അതായത് ഭക്ഷണം കഴിക്കാതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് സമയത്ത്, കുട്ടികളെ ശ്രദ്ധിക്കില്ല എന്നാണ്, കുട്ടികളെ സമയത്ത് ഭക്ഷണം കൊടുക്കുവോ, അവരുടെ കാര്യങ്ങൾ കെയർ ചെയ്യുവോ, അങ്ങനെയുള്ള ഇതൊക്കെയാണ് അവർ കാണിക്കുന്ന സിംറ്റംസ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഒരു റെഡ് കളറിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടരുത്, അവരെപ്പോഴും സേഫ് ആക്കി വെക്കുക. അതൊക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, വ്യക്തം, കംഫർട്ട്, കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. നമുക്ക് തന്നെ നമുക്ക് തോന്നുക ഇപ്പൊ എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം കഴിഞ്ഞു, അപ്പൊ കൂടുതൽ ആളുകളിലേക്ക് കണക്ട് ചെയ്യുക, ഹെൽത്ത് പ്രൊഫഷണൽസും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റുന്ന ലോക്കൽ ലീഡേഴ്സ്, അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള അതിന് പറ്റുന്ന സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യും. അപ്പൊ നമ്മള് സിംറ്റംസും പറഞ്ഞു, ഇതിന്റെ തീംസ് പറഞ്ഞു, ഇതിന്റെ മെയിൻ റിക്കവറി ആകുന്നതിന്റെ മെയിൻ ഫാക്ടേഴ്സ് പറഞ്ഞു. ഇതൊക്കെ വായിച്ചു നോക്കുക. ഇതിന് മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിങ്ങനെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, കംഫർട്ട് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഒരു പ്രൈവസി വേണം. ഇവിടെ കണ്ടോ, പ്രൈവസി വേണം. കാരണം അവര് പറയുന്നത് വേറൊരാൾക്ക് കേൾക്കുന്നില്ല എന്നും പിന്നെ നമ്മൾ അതിനുള്ള ഉറപ്പ് കൊടുക്കും, നമ്മളായിട്ട് വേറൊരാളിലേക്ക് പറയില്ല എന്നുള്ള കാര്യം. ഓക്കെ, പ്രൈവസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺഫിഡൻഷ്യാലിറ്റി, ആ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കും നമ്മൾ. അഥവാ നമുക്ക് ഈ കാര്യം ഒരാളോട് ഡിസ്കസ് ചെയ്യണം, ഡിസ്കസ് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ തന്നെ നമ്മുടെ പേരും കാര്യങ്ങളും ഒന്നും പറയില്ല, ഈ ഇഷ്യൂ മാത്രമേ നമ്മൾ പറയൂ. ആ ഇരിക്കുന്ന ആളുകളുടെ ഡിഗ്നിറ്റി, അയാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അയാൾക്ക് പ്രൈവസിയും വേണം, അയാൾ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യാലിറ്റി, റെസ്പെക്ട് ചെയ്യണം, അയാളുടെ സ്ഥാനം, അയാളുടെ ഡിഗ്നിറ്റിയെ റെസ്പെക്ട് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ PFA നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അവരുടെ മുമ്പിലടിക്കുന്ന വ്യക്തിക്ക് സംസാരിക്കാനുള്ള പ്രൈവസി, പിന്നെ അയാൾ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം, അയാളുടെ റെസ്പെക്ട് ചെയ്യണം, അയാളുടെ ഫീലിങ്സിനെയും അയാളുടെ ഡിഗ്നിറ്റിയെ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി, റെസ്പെക്ട് ദെയർ ഫീലിങ്സ് ആൻഡ് ഡിഗ്നിറ്റി. അതൊരു കൊച്ചു കുട്ടിയാകാം, വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാകാം, ഒരു അമ്മയാകാം, ഒരു മെന്റലി ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരാളാക്കി, ഏത് ലെവലിലുള്ള ആൾക്കാരാണെങ്കിലും അവരെ റെസ്പെക്ട് ചെയ്യണം, അവർക്ക് പ്രൈവസി കൊടുക്കണം സംസാരിക്കാൻ, അവരുടെ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഈവൻ നമ്മളുടെ വീട്ടിലെ നമ്മളുടെ പാർട്ട്ണറോട് പോലും നമ്മളത് ഡിസ്കസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ആ ഒരു കാര്യങ്ങൾ
ഓക്കെ, അത് ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞത് PFA എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ മെയിൻ കമ്പണൻസ് തന്നെ, ആ തീംസ്, ആ ഒരു പിക്ചർ നമ്മൾ പറഞ്ഞു, ഇതിന്റെ റിക്കവറിക്കുള്ള ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, പിന്നെ ഏത് ലെവലിലുള്ള ആൾക്കാർക്കാണ് PFA ആവശ്യം എന്ന് പറഞ്ഞു, പിന്നെ PFA വേണ്ടുന്ന ആൾക്കാര്, ആ ഒരു മെന്റലി ആ ഒരു പ്രശ്നമുള്ള ആൾക്കാരെ കാണിക്കുന്ന സിംറ്റംസ് നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ PFA അവിടെ ആവശ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ നമ്മൾ PFA കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് സംസാരിക്കാനുള്ള പ്രൈവസി കൊടുക്കുക, പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി, അതുപോലെ തന്നെ റെസ്പെക്ട് ദർ ഫീലിങ്സ് ആൻഡ് റെസ്പെക്ട് ദാറ്റ് പേഴ്സൺസ് ഡിഗ്നിറ്റി. അയാള് ഒരു 6 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയാകാം, അയാൾ ഒരു 60 വയസ്സുള്ള വലിയ പൊസിഷനിൽ ഇരുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഏതൊരു ലെവലിലുള്ള ആരുമായിക്കോട്ടെ, ചിലപ്പോൾ ഒരു ക്രൈം ചെയ്ത ഒരാളായിരിക്കാം. മനസ്സിലായോ? ക്ലിയർ ആയോ? Yes, ma'am. യെസ് മാം. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കുറച്ചുകൂടെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് PFAയുടെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് പറയുവാണ്. നമ്മൾ ശരിക്കും എന്താ ഒരാളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുവാണ്, ഹ്യൂമൻ കണക്ഷൻ. അത് നമ്മൾ കമ്പാഷൻ, നമ്മൾ ആദ്യം പറഞ്ഞു, ഈ PFA കൊടുക്കുന്ന ആൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ കമ്പാഷൻ പറഞ്ഞു അല്ലെ. അപ്പൊ കമ്പാഷനേറ്റ് മാനറിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്, അല്ലാതെ നമ്മൾ ഭയങ്കര പ്രൊഫഷണലി ഒന്നുമല്ല PFA ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഭയങ്കര തിരക്കുള്ള ആളാണെന്ന് ഒരിക്കലും ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു തിരക്കുള്ള ആളാണെന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ ധൃതി പിടിച്ച് ഒരിക്കലും നമ്മൾ PFA കൊടുക്കരുത്. അങ്ങനെ നമുക്ക് ആ ഒരു ടൈമില്, ഇപ്പോ നാളെ 2 മണി തുടങ്ങി എനിക്ക് ഒരാളുടെ പ്രശ്നങ്ങൾ കേൾക്കണം, ഓൾറെഡി എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു മരണം 2 മണിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ ബാക്കിയുള്ള മാറ്റി വെക്കാൻ പറ്റുന്നതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ആ സമയത്ത് ഫുള്ളി ഫ്രീ ആയിട്ട് ചെന്നിട്ട് വേണം, എന്നാൽ മാത്രമേ ആക്റ്റീവ് ലിസണിങ് നടക്കുള്ളൂ. അതേസമയം എന്റെ തലയിൽ 100 കൂട്ടം വേറെ കാര്യങ്ങളുണ്ട്, അതുണ്ടെങ്കിൽ എനിക്ക് നാളെ 2 മണിക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറയാ. പകരം ആളെ അറേഞ്ച് ചെയ്യാൻ അവർ പറ്റില്ല, അവർ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാറ്റി വെച്ച് ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോ എന്റെ മൈൻഡും ബോഡിയും അവിടെ തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ PFA ചെയ്യുന്ന റിസൾട്ട്. പിന്നെ നമുക്ക് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ കംഫർട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺഗോയിങ് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യത്യാസം PFA ആണ്. സ്റ്റക്ക് ആവുന്നു മാം. Voice break കട്ടാവുന്നുണ്ട്. ആണോ? നല്ല മഴ പെയ്യുന്നുണ്ട്, കേബിളിലെ നെറ്റിലെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെന്ന് അറിയില്ല, അത് തീരാറായില്ല. ഇതുവരെ ക്ലിയർ അല്ലേ? Yes, ma'am. Clear ആണ്. ക്ലിയർ ആണ്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞുകൊണ്ട് വന്നത്. നമ്മൾ ഭയങ്കര ബിസി ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ പോകരുത്. നമുക്ക് മാറ്റി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അവരുടെ മുമ്പിലിരിക്കുന്ന അവരെ ആക്റ്റീവ് ലിസണിങ് അത് കറക്റ്റ് പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ഈ കാര്യം ചെയ്യാനായിട്ട് പോകാം. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അവർക്ക് നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മളുടെ മനസ്സിൽ മുഴുവൻ വേറെ കാര്യം, നമ്മുടെ ബോഡി മാത്രമേ അവരുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. സോ അതാണ് പറയുന്നത്, ഒരിക്കലും ബിസി ആയിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ ചെന്നിരിക്കരുത്. ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാൽ ബിസി, നോൺ ഇൻട്രൂസീവ് ആയിരിക്കണം. അതായത് ഒരു കമ്പാഷനേറ്റ് മാനറിൽ തന്നെ ചെന്നിരിക്കണം. അവർക്ക് എന്തെങ്കിലും സപ്പോർട്ടിന്റെ സേഫ്റ്റി സപ്പോർട്ട് എന്തെങ്കിലും നീഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. ഇമോഷണൽ കംഫർട്ടും എല്ലാം പ്രൊവൈഡ് ചെയ്യുക, കാം ആക്കുക, കംഫർട്ട് ആക്കുക. പിന്നെ അവരുടെ വാട്ട് ഇമ്മീഡിയറ്റ് നീഡ്സ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുന്നേ ഉള്ളൂ. പിന്നെ അവർക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ അത് റെഫർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആരെങ്കിലുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളല്ലേ. ഇത് ഒന്ന് വായിച്ചു പോയാൽ മതി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലെ പോയിന്റ്സ് മാത്രം നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തൊക്കെയാണല്ലോ. കാം പീപ്പിൾ, റെഡ്യൂസ് ഡിസ്ട്രെസ്, അവരെ സേഫ് ആക്കുക. പിന്നെന്താ
അവരെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുക. ഏതെങ്കിലും ടീമൊക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് കൊടുക്കുക, എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അവർക്ക് അറിയണമെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻസ് കൊടുക്കുക. അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, പറഞ്ഞുപോയതാണ്. പിന്നെ അവരുടെ സ്വന്തം പൊട്ടൻഷ്യൽ, ഹെൽപ് പീപ്പിൾ ഐഡന്റിഫൈ ദെയർ ഓൺ സ്ട്രെങ്ത്സ് ആൻഡ് എബിലിറ്റി, അവർക്ക് കൊണ്ട് കഴിയും എന്നുള്ള കാര്യം അവരെ നല്ലപോലെ ബോധവാന്മാരാക്കുക. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹെൽപ്പ് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് PFA വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു PFA എന്ന് പറയുന്നത് കൗൺസിലിംഗ് അല്ല, മെഡിക്കേഷൻ കൊടുക്കുന്ന കാര്യങ്ങളും അല്ല. ഓക്കെ, ഓൾമോസ്റ്റ് ഇതൊക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ടേബിൾ പോലെ ഉണ്ട്. പിന്നെ വേണ്ടത് ഇതാണ്, നമ്മൾ എപ്പോഴും ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. പിന്നെ ഈ ഇയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. അത് കൗൺസിലിംഗിലും അങ്ങനെ തന്നെയാണ്, PFAയിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. അയാളോട് കടം ചോദിക്കുക, അല്ലെങ്കിൽ ചിലര് ഫിസിക്കലി അവരെ അബ്യൂസ്, അങ്ങനെ അത് ആ രീതി. ചിലപ്പോൾ അവരൊരു വളരെ കരഞ്ഞ നമ്മളുടെ നേരെ നമ്മുടെ ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ വരുമ്പോൾ അങ്ങനെ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക. അത് കൗൺസിലിംഗ് ശരിക്കും പറയുന്നത് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് എത്തിക്സ്. എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മളുടെ കുറെ അഭിപ്രായങ്ങളും എല്ലാം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ഒരു മുൻവിധി പോലെയോ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കുക, നമ്മുടെ ഉള്ളിൽ തന്നെ വയ്ക്കുക, നമ്മുടെ സൈഡിൽ തന്നെ വയ്ക്കുക. നമ്മൾ അത് ഇവരിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകരുത്. പിന്നെ ഡോണ്ട് ആസ്ക് ദ പേഴ്സൺ ഫോർ എനി മണി ഓർ ഫേവർ ഫോർ PFA ഒരു വോളണ്ടറി സർവീസ് പോലെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത്. കൗൺസിലിംഗ് ഒക്കെ എന്ന് വെച്ചാൽ പ്രൊഫഷണൽ രീതിയാണ്. അതിനൊരു സിറ്റിങ്ങിന് എത്ര രൂപന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അവർക്കൊരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരത് റിഫ്യൂസ് ചെയ്യുവാണെങ്കിൽ പിന്നീട് എപ്പോൾ ആവശ്യം വന്നാലും അത് നിങ്ങൾക്ക് കിട്ടും, ചോദിക്കാൻ മടിക്കണ്ട, ആ രീതിയിൽ നമുക്ക് പറയാം. പിന്നെ ഫോൾസ് പ്രോമിസസ് ഒന്നും കൊടുക്കരുത്, വേണ്ടാത്ത വാഗ്ദാനങ്ങളൊന്നും ഒരിക്കലും കൊടുക്കരുത്, തെറ്റായ ഇൻഫർമേഷൻസും കൊടുക്കരുത്. പിന്നെ നമ്മൾ വലിയ കഴിവുള്ളവരാണെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ എക്സാജറേറ്റ് ചെയ്യാനും പാടില്ല. നല്ല പ്രോപ്പർ ആയിട്ട് ബിഹേവ് ചെയ്യുക. മുമ്പിലിരിക്കുന്ന ആളുടെ കൾച്ചറും ഏജും ജെൻഡറും എല്ലാം നോക്കിയിട്ട്, ചിലപ്പോൾ നമ്മളുടെ കൾച്ചറും ട്രഡീഷൻസും ഒക്കെ ആയിട്ട് വളരെ ഡിഫറെന്റ് ആയിരിക്കാം, പക്ഷെ അതൊക്കെ നോക്കി തന്നെ അവർക്ക് നല്ല രീതിയിൽ പെരുമാറും. പിന്നെ ഇൻട്രൂസീവ് ബിസി ആയിട്ട് കാണിക്കരുത്. അവരെ എത്രയും പെട്ടെന്ന് അവർ സംസാരിക്കുന്നത് വേഗം ക്ലോസ് ചെയ്യാനോ അങ്ങനെയുള്ള രീതിയിലൊന്നും കാര്യങ്ങൾ ചെയ്യരുത്. നല്ലൊരു സ്ഥലം നോക്കുക, ശാന്തമായ സ്ഥലം, ക്വയറ്റ് പ്ലേസ് ടു ടോക്ക്. പുറത്തു നിന്നുള്ള ശബ്ദങ്ങളൊന്നും ഡിസ്ട്രാക്ട് ചെയ്യാതെ നോക്കുക. പിന്നെ അവരെ പ്രഷറൈസ് ചെയ്യരുത് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അവരുടെ ആവശ്യങ്ങളെ റെസ്പെക്ട് ചെയ്യുക. അവരെ കൊണ്ട് തന്നെ ഡിസിഷൻസ് എടുപ്പിക്കാനായിട്ട് നോക്കുക, ശരിയായ ഡിസിഷൻസ്. പിന്നെ അവര് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിച്ച് വേറൊരാളുടെ കഥ പറഞ്ഞ് പിന്നെ അല്ലെങ്കിൽ നമ്മളുടെ വാച്ചിലേക്ക് നോക്കുക, അല്ലെങ്കിൽ കൂടുതൽ സ്പീഡില് സംസാരിക്കുക. ഞാൻ പലപ്പോഴും വാച്ച് കെട്ടാതെയാണ് ആളുകളുടെ മുമ്പിൽ ഇരിക്കാറ് സംസാരിക്കുമ്പോൾ. ഓക്കെ, മാക്സിമം മൊബൈലൊക്കെ സൈലന്റ് ഒക്കെ ആക്കി ബാഗിൽ വെച്ച് ബാഗൊക്കെ ദൂരെ വെക്കും. കുപ്പി വെള്ളം കരുതും സൈഡില്. പിന്നെ പ്രൈവസി എപ്പോഴും റെസ്പെക്ട് ചെയ്യുക. അവരുടെ കാര്യം കോൺഫിഡൻഷ്യൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ടച്ച് ചെയ്യാതിരിക്കുക. അത് അങ്ങനെ ചെയ്യുന്നത് ഒരു കുട്ടിയാണെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. പക്ഷെ അതേസമയം നമ്മൾ അല്ലാതെ ടച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. കുറച്ച് അഡൾട്ട് ഒക്കെ ആണെങ്കിൽ എപ്പോഴും അവരുടെ അടുത്ത് തന്നെ വേണം, പക്ഷെ അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ് വേണം. അടുത്തെന്നാണ് അവർ പറയുന്നത്. ചിലപ്പോൾ ഭയങ്കര ലോ വോയിസിലാണെങ്കിൽ അത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലൊരു ഡിസ്റ്റൻസിലായിരിക്കണം. ഔട്ട്സൈഡ് ഡിസ്ട്രാക്ഷൻസ് പാടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഏജ്, ജെൻഡർ ആൻഡ് കൾച്ചർ. പലപ്പോഴും ഞങ്ങൾ ഇരിക്കുന്നത് ഒരു 4 o'clock എന്നുള്ള രീതിയിലാണ്. 4 o'clock 2 നീഡിലില്ലേ, അതായത് ഈ നേരെ നേരെ ഇരിക്കാതെ ഇങ്ങനെ 4 മണിയുടെ നീഡിൽസ് എങ്ങനെയാണോ ആ രീതിയിൽ ഇരിക്കും. ഓക്കെ, കാരണം നേരെ നേരെ ഇരിക്കുമ്പോൾ ഒരുമാതിരി ഒരു സ്ട്രെയിറ്റ് ഇരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. ട്രൈ ചെയ്തോക്കെ. പിന്നെ ജഡ്ജ്മെന്റ് പാടില്ല. അവർ ചെയ്ത കാര്യങ്ങളും ഒരു കാര്യത്തെ കുറിച്ചും ജഡ്ജ്മെന്റ് പാടില്ല.
നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങൾ രക്ഷപ്പെട്ടതിൽ എത്രയോ നല്ലത് അല്ലെങ്കിൽ എത്ര ഭാഗ്യം, ആ രീതിയിലൊന്നും ഒരിക്കലും സംസാരിക്കരുത്. ഓക്കെ. പിന്നെ നമ്മളെ കേൾക്കുകയാണെന്നവർക്ക് ബോധം വരണം. നമ്മളുടെ അപ്പൊ ഒരു ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ തലയാട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒന്നും ഇണ്ടാകുന്ന വട്ടി പോലെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിൽ നിന്നായിരിക്കും നല്ല രീതിയിൽ തന്നെ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. പിന്നെ നമുക്കറിയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. ഈ പേഷ്യന്റ് ആൻഡ് പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് യൂസ് ചെയ്യാതിരിക്കുക. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിൾ ലാംഗ്വേജിൽ സംസാരിക്കുക. നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അറിയില്ലാത്ത കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ട് അറിയില്ല, ഞാനത് വേണമെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് പറഞ്ഞു തരാമെന്ന് പറയും. വേറൊരാളുടെ കഥ പറയാതിരിക്കുക അവരോട്. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഇൻഫർമേഷൻസ് കൊടുക്കുക. അത് സിമ്പിൾ ആയിട്ട് തന്നെ. നമ്മളുടെ പ്രശ്നങ്ങളെ പറ്റി അവരോട് സംസാരിക്കാതിരിക്കുക. അവരുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കുക എംപത്തറ്റിക് ആയിട്ട് തന്നെ. അവരുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാതിരിക്കുക. ആളുകളുടെ കപ്പാസിറ്റി പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. അവർക്ക് അവരെ കൊണ്ട് അതന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ മനസ്സിലാക്കിക്കുക. പിന്നെ അത് മൈൻഡ് ചെയ്യാതിരിക്കുക. ഡോണ്ട് ടേക്ക് അവേ ദ പേഴ്സൺ സ്ട്രെങ്ത് ആൻഡ് സെൻസ് ഓഫ് ബീയിങ് ഏബിൾ ടു കെയർ ഫോർ ദംസെൽസ്. അത് ശ്രദ്ധിക്കാതിരിക്കുക. അങ്ങനെ അയാൾക്ക് കഴിവില്ല എന്നുള്ള രീതിയിലൊന്നും നമ്മൾ ആക്കേണ്ട കാര്യമില്ല. സൈലൻസ്. അപ്പൊ അയാളൊന്നും സംസാരിക്കുന്നില്ലെങ്കിൽ കുറച്ചു നേരം ആ സൈലൻസ് അലോ ചെയ്യും. പിന്നെ ആളുകളെ പറ്റി നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കും. അങ്ങനെ ലൈക്ക് ക്രേസി, മാഡ്, നിങ്ങൾക്ക് വട്ടുണ്ടോ, അങ്ങനെയുള്ള രീതിയിലൊന്നും അവരോട് സംസാരിക്കാതിരിക്കും. ഇതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 5-10 മിനിറ്റ്സും കൂടി എടുത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഒരു ടേബിൾ വരെ നോക്കുക കേട്ടോ. ഇതൊന്ന് ഇറ്റ്സ് ബെറ്റർ നിങ്ങളിത് കോപ്പി ചെയ്യുവാണ് നല്ലതെന്ന് തോന്നുന്നു. എഴുതി വായിച്ച് മനസ്സിലാക്കി കുറച്ചുകൂടെ നിങ്ങളുടെ ലാംഗ്വേജ് സിമ്പിൾ ആക്കാൻ പറ്റുമെങ്കിൽ സിമ്പിൾ ആക്കി. ഓക്കെ, സോ നെക്സ്റ്റ് തേഴ്സ്ഡേ നമുക്ക് കാണാം. സോ PSA വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വിടരുത്. ഞങ്ങളുടെ PDF നോട്ടിൽ ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഒരിക്കലും ഉപേക്ഷിക്കരുത്. നമുക്കിത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ മുന്നിൽ വരുന്ന ആർക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ ടീച്ചർ. കാരണമാണ് ഇഷ്യൂ വന്നത്. നല്ല മഴ. Thank you, ma'am. Class. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ടീച്ചർ